അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. പ്രതീക്ഷിക്കാണ്ട് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ പോയിരുന്നതാണ്, പക്ഷെ വീണ്ടും ഇവിടെ വന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വന്നായിരുന്നു. ഉമ്മച്ചി കേക്കൊന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചേ. പിന്നെ ഉമ്മച്ചി കണ്ടേനും ഉമ്മച്ചി പറഞ്ഞ് ഉമ്മ മറന്നുപോയാ എന്നെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മച്ചി പറഞ്ഞ് വരുമ്പോൾ കേക്ക് കൊണ്ടുവരേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ കേക്ക് വാങ്ങിയേക്കാന്ന്. അങ്ങനെ ഞാൻ കേക്കൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നേ. ഉമ്മച്ചി അവിടെ നിസ്കാരത്തിലാണ്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ശല്യപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയത്. നോർമലി ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ വാങ്ങാറ്. ഇത്തവണ ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് കയറി പിടിക്കാന്ന്. ആണ് നമ്മൾ വാങ്ങിയത്. ക്വാളിറ്റി ബേക്കേഴ്സിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇത് കട്ട് ചെയ്യാം. ഇതെങ്ങനെയൊക്കെ തുറക്കണേ. യെസ്, ഇത് ഞാൻ തന്നെ എഴുതിച്ചതാണ്. ഹാപ്പി ബർത്ത്ഡേ ഫസീന്ന്. എടുക്കാം. ദയാൻ ആരുടെ ബർത്ത്ഡേയാ? ഞാൻ അറിയാണ്ട്. ഔദ്യോഗികമായി എൻ്റെ മകൻ എൻ്റെ ക്യാമറമാനായിട്ടുണ്ട്. ഇതാണ് ഇതിനെന്തോ പേര് വന്നിട്ടോ. ഇതുവരാന്ന് എൻ്റെ വായി കൊണ്ടില്ല. അങ്ങനത്തെ ഒരു പേരിലുള്ള ഒരു കേക്കാണ്. ചോക്ലേറ്റ് കഴിക്കാൻ തോന്നിയാണ് ഞാൻ വാങ്ങിയത്. ദൈവം ഏത് ഫ്ലേവർ ഇഷ്ടം? ചോക്ലേറ്റ്. മഴക്ക് വരാം കാരത്തിലാണ്. വന്നില്ല. മനുടെ ഫസ്റ്റായിട്ട് കട്ടയില്ലേ? കട്ടയിട്ടില്ല. മനുടെ ഞങ്ങൾക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത ആദ്യത്തെ ബർത്ത്ഡേ വിഷയാണ്. മുമ്പ് ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് നാടല്ലേ മതി. ഈ ഒരു നിമിഷത്തിൽ എന്നെ കുറിച്ച് ഞങ്ങളെ രണ്ടുപേരും കിട്ടണ്ട. അപ്പൊ എന്റെ ഉമ്മാക്ക് രണ്ട് വാക്ക് പറയാൻ കൊടുക്കുക. എന്താണ് ഈ മോളെ കുറിച്ച്? ഇതായി പാട്ടടിയണ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരുടെ ബർത്ത്ഡേ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ലതാ. എങ്ങനെയുണ്ടപ്പാ? കടി കൈ കടിച്ച്. കേക്കട്ടെ. കറക്റ്റ് ഷേപ്പിന് കിട്ടിയ. അങ്ങനെ ഞാൻ പോവുകയാണ്. കഴിച്ചു ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ഉമ്മച്ചി വേഗം ഫുഡ് തന്നു. അപ്പോൾ അത് ഇച്ചിരി കഴിച്ചു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ബായ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് കെട്ടും ഗിഫ്റ്റൊന്നും തന്നിട്ടുണ്ടായില്ല.
അപ്പോൾ ബാഗിൽ ചെന്ന് നോക്കാൻ പറഞ്ഞു. അത് കാരണം ഞാൻ ദേ വേഗം മുകളിൽ നിന്ന് താഴെ വന്ന് ദേ ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു കവർ ഇരിക്കുന്നുണ്ട്. നമ്മളെ വീഡിയോ എടുത്തന്നേരം മീര ഇങ്ങനെ എടുക്കണേ. സയ്യന്റെ ജേഴ്സി ഓ എന്താ മൂന്നെണ്ണുണ്ട്. സെയിം തന്നെ. അങ്ങനെ കവറൊക്കെ അൺബോക്സ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ ഒരു ഫാമിലി പാക്കാണ് ഈ കാണുന്നത്. അതായത് ഞങ്ങളുടെ എൻ്റെയും ഇക്കാക്കാടെയും മോൻ്റെയൊക്കെ കൂടി ജേഴ്സിയുടെ ബാക്കിൽ പേര് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ ലൈവിൽ വന്നപ്പോൾ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു എനിക്കും കിട്ടി എൻ്റെ പേരിൽ ഒരു ജേഴ്സി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ അഹങ്കരിച്ചിരുന്നു. അങ്ങനെ അത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കണതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടുന്ന കാരണം എനിക്കിതൊക്കെ ഇങ്ങനെ ഇരുന്ന് പൊട്ടിക്കാൻ നല്ല ഉന്മേഷം കൂടുതലായിരുന്നു. പിന്നെ ക്യാമറാമാൻ ഉണ്ടായില്ല എൻ്റെ കൂടെ. എൻ്റെ 7 ആയിരുന്നു, ഇക്കാക്കാടെ 45 ആയിരുന്നു, മോൻ്റെ 10 ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ ആരുടെയാണ് ഈ നമ്പേഴ്സ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ താഴെ. എൻ്റെ ഫേവറേറ്റ് ആളുടെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇക്കാക്കയുടെ ഫേവറേറ്റിൻ്റെ എന്ന് തോന്നുന്നു. അങ്ങനെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഈ ജേഴ്സിയൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ഒരു സ്മെല്ല് അടിപൊളിയാണ്. അങ്ങനെ വാപ്പായും മോനും എല്ലാവരും ഇട്ടിട്ട് വന്നു. നല്ല ഇട്ടതിനപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കും ഇടാൻ പൂതി വന്നിട്ടുള്ള. പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ഇക്കാക്ക പറഞ്ഞു നീയും പോയി ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവരുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അവനും എല്ലാവരെയും കാണിച്ചതിന് ശേഷം ഞാൻ പോയിട്ടു. അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ പേരിലൊരു ജേഴ്സി ഇട്ടണത്. അപ്പോൾ അതിൻ്റെ പട്ടിഷോ ആണ് ഈ കാണിക്കുന്നത്. സെയിം കളറ് ഷാളൊക്കെ ഇട്ട് ബാക്കിൽ എൻ്റെ പേരൊക്കെ വരുന്നത് ഞാൻ ഇക്കാക്കനെ കൊണ്ട് കാര്യമായി വീഡിയോ എടുപ്പിക്കുന്ന അതാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ പേരെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരിതുണ്ടാവുമല്ലോ. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ജേഴ്സിയിൽ എഴുതണ സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അതേ വികാരം തന്നെ എനിക്കും തോന്നുന്നു. ഞാൻ എന്നിട്ട് എല്ലാവരെയും വിളിച്ച് കാണിക്കുന്നതാണ് ഈ കാണുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു വർഷത്തെ എൻ്റെ ബർത്ത്ഡേ. ആദ്യമായിട്ടാണോ വീട്ടിൽ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോയത്. അതും അപ്രതീക്ഷിതമായിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് സമയമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിലിങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. എന്താ പറയുക, ഭയങ്കര സന്തോഷം, ഒരു മിക്സഡ് ഇമോഷനായിരുന്നു. വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല എന്നല്ല, കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് ആദ്യമായിട്ടാണ്. പിന്നെ ഇതേപോലെ ജേഴ്സി എനിക്ക് ഇതുവരെ എൻ്റെ പേരിലൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഇക്കാക്ക വാങ്ങിച്ചിരുന്നതിനൊക്കെയാണ് അതും എൻ്റെ പേരിലായത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ബർത്ത്ഡേ വിഷസ്, ഈ ബർത്ത്ഡേയുടെ എൻ്റെ സ്പെഷ്യൽസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് കാണാൻ തരേക്കും. ബൈ ഗൈസ്, ബൈ.